ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് മകന്റെ മരണം മുന്നിൽ കണ്ട ഒരു അച്ഛന്റെ വാക്കുകളാണ്. ഡോക്ടറിന്റെ അനാസ്ഥയും ചികിത്സാ പിഴവുമായിരുന്നു കുഞ്ഞിന്റെ മരണകാരണമെന്ന് ഷഹീർ എന്നയാൾ വ്യക്തമാക്കുകയാണ്. പൊന്നുമോൻ വിട പറഞ്ഞിട്ട് 1 വർഷം തികഞ്ഞുവെന്ന് തുടങ്ങുന്ന കുറിപ്പിൽ എങ്ങനെയാണ് മകൻ നഷ്ടപ്പെട്ടതെന്നാണ് ഷഹീർ കുറിക്കുന്നത്. ഷഹീറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: പൊന്നുമോൻ വിട പറഞ്ഞിട്ട് 1 വർഷം തികഞ്ഞു. ഉച്ച സമയത്ത് മോൻ ചെറിയ രീതിയിൽ ഛർദ്ദിച്ചിരുന്നു. വൈകുന്നേരം ചെറിയൊരു ആവശ്യത്തിന് ഞാൻ കുമ്പളയിലായിരുന്നു. ഭാര്യയുടെ മൊബൈലിൽ നിന്നും ഉമ്മയുടെ വിളി: മോൻ കൂടുതലായി ഛർദ്ദിക്കുന്നു, പെട്ടെന്ന് വാ എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ വീട്ടിലെത്തി. ഛർദ്ദിച്ചതിനെ തുടർന്ന് മോൻ കുറച്ച് അവശനായി കാണപ്പെട്ടു. കുറച്ചു ദിവസത്തിന് ശേഷം മംഗളൂരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് പോകാനുണ്ട്. അതുകൊണ്ട് കാസർഗോഡ് പോകാതെ നേരെ മംഗളൂരു അതേ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. 8 മണിയോടെ ഹോസ്പിറ്റലിലെത്തി. മകന്റെ ഛർദ്ദിയെ പറ്റി ഡോക്ടറോട് പറഞ്ഞു. പെട്ടെന്ന് മകന് പനി വന്നു. ശരീരം നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഛർദ്ദി നോർമലാണെന്നും പനി ഇല്ല എന്നും ഡോക്ടർ പറഞ്ഞു. പക്ഷേ ആ സമയത്ത് മോന് നല്ല പനി അനുഭവപ്പെടുന്നുണ്ട്. എന്നിട്ടും ഞാൻ ഡോക്ടറെ വിശ്വസിച്ചു. പിന്നെ ഛർദി ഒരു ബ്രൗൺ കളർ പോലെയാണ് എന്നും നല്ല രീതിയിൽ ചെക്കപ്പ് ചെയ്യണമെന്നും ഞാൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഡോക്ടർ അത് നിസ്സാരമാക്കി. അത് പിന്നെ ചെയ്തോളാം, ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഡോക്ടർ പോയി. അപ്പോഴും ഞാൻ ഡോക്ടറെ വിശ്വസിച്ചു. ഡോക്ടർ നോർമലാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് രാത്രി ആയതുകൊണ്ടും കൂടെ വന്ന ഇളയപ്പയും ഭാര്യയും ഉമ്മയും ഞാൻ തിരിച്ചയച്ചു. ഇൻഷാ അല്ലാഹ് നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന വിശ്വാസത്തിൽ. അങ്ങനെ രാത്രി കുറച്ചു കരഞ്ഞുകൊണ്ടും പിന്നെ എന്റെ ജ്യേഷ്ഠൻ ഇർഫാനോടും സുഹൃത്തിനോടും ചിരിച്ചും കളിച്ചും മോൻ കളിച്ചുകൊണ്ടേയിരുന്നു. രാത്രി ആയതുകൊണ്ട് ഇർഫാനോടും സുഹൃത്തിനോടും തിരിച്ചു പോകാൻ പറഞ്ഞു. ഞാനും ഭാര്യയും മോനും ഹോസ്പിറ്റലിൽ. അങ്ങനെ രാത്രി 1 മണിയായപ്പോൾ മോൻ വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി. ഉടനെ നഴ്സിനെ വിളിച്ചു. നഴ്സ് വന്ന് ഗ്ലൂക്കോസ് കുത്തിവെച്ചു പോയി. അപ്പോഴും ഞാൻ ഡോക്ടറെ വിളിക്കാൻ നഴ്സിനോട് ആവശ്യപ്പെട്ടു. അവർ മൈൻഡ് ചെയ്തില്ല. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ മകൻ കൂടുതലായി ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ നഴ്സിനോട് ഞാൻ കുറച്ച് ഗൗരവത്തോടെ തന്നെ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞു. മനസ്സില്ല മനസ്സോടെ പാതിരാത്രി ആയതുകൊണ്ടും അവസാനം ഡോക്ടറെ വിളിച്ചു. പക്ഷേ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഐസിയുവിൽ കൊണ്ടുപോയിക്കോളൂ, ഞാൻ രാവിലെ വരാമെന്നാണ്. അങ്ങനെ ഞാൻ തന്നെ എന്റെ നെഞ്ചോട് ചേർത്ത് മോനെ ഐസിയുവിൽ കൊണ്ടുപോയി. അത് മോനെ അവസാനമായി നെഞ്ചോട് ചേർത്തതാണെന്ന് ഒരിക്കലും കരുതിയില്ല. അങ്ങനെ ഐസിയുവിൽ മോന് കൂട്ടായി ഭാര്യ നിന്നു, ഞാൻ പുറത്തും. സുബഹിക്കടുത്ത സമയത്ത് ഭാര്യ എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു. മോൻ ക്ഷീണിതനാണെന്ന് പറഞ്ഞു. അപ്പോഴും ഡോക്ടർ നോർമലാണെന്നും സീരിയസ് ഒന്നുമില്ല എന്നും രാത്രി പറഞ്ഞതിൽ വിശ്വസിച്ച് ഞാൻ ഭാര്യയെ സമാധാനിപ്പിച്ചു. അങ്ങനെ രാത്രി 1 മണിക്ക് വിളിച്ച ഡോക്ടർ രാവിലെ 9:30 വന്നു. മോനെ നോക്കി ഭാര്യയോട് ഹസ്ബൻഡിനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഉള്ളിൽ ചെന്നു. എന്നോട് അപ്പോഴും പറയുന്നത് സീരിയസ് ആയി ഒന്നുമില്ല, 1 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാമെന്നും ചെക്കപ്പ് പിന്നെ ചെയ്യാമെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പോഴും ഭാര്യ എന്റെ കൈപിടിച്ച് കരഞ്ഞു പറഞ്ഞു, ഡോക്ടർ പറയുന്ന പോലെയല്ല, മോന് നല്ലോണം അവശതയിലാണുള്ളത്. പക്ഷേ ഒരു ഉമ്മയ്ക്ക് മകൻ അവശതയിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖമെന്ന് വിചാരിച്ച് ഞാൻ ഡോക്ടറെ വീണ്ടും വിശ്വസിച്ചു. ഡോക്ടർ സീരിയസ് ആയി ഒന്നുമില്ല എന്ന് പറഞ്ഞ ധൈര്യത്തിൽ ഭാര്യയുടെ ക്ഷീണമകറ്റാൻ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ പോയി ചായ വാങ്ങിച്ചു. ഞങ്ങൾ കുടിച്ചു. പെട്ടെന്ന് തന്നെ മുകളിൽ നിന്നും ഒരു നേഴ്സ് ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞു, മകന്റെ ഹാർട്ട് സ്റ്റക്ക് ആയിട്ടുണ്ട്. ഞാനും ഭാര്യയും അകത്തേക്ക് കയറി നോക്കുമ്പോൾ പൊന്നുമോൻ മരണത്തിലേക്ക് അടുക്കുന്നത് പോലെ തോന്നി. കുറച്ചു മുൻപ് ഡോക്ടർ നോർമലാണെന്നാണ് പറഞ്ഞത്. അത് വിശ്വസിച്ചാണ് ക്യാൻറ്റീനിൽ പോയത്. മോന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ഞെക്കുകയാണ് ഡ്യൂട്ടി ഡോക്ടർ. പൊന്നുമോൻ മരണത്തോടടുക്കുന്ന രംഗം കണ്ട് ഭാര്യ നിയന്ത്രണം വിട്ട് കരയുകയാണ്. അപ്പോൾ ഞാൻ പൊന്നുമോന്റെ ശരീരം മുഴുവൻ തടവി നോക്കുമ്പോൾ നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് ചെറിയ പ്രതീക്ഷ വന്നു. ഡ്യൂട്ടി ഡോക്ടറോട് കുറച്ചും കൂടി ഞെക്കാൻ പറഞ്ഞു. സർവ്വതും അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് നബിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് മോനെ കുറെ തടവി. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം പൊന്നുമോനെ അവനിലേക്ക് മടക്കി വിളിക്കലായിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം പൊന്നുമോന്റെ ശരീരം തണുക്കുന്നത് പോലെ തോന്നി. പിന്നെ പൊന്നുമോൻ 2 കണ്ണുമടച്ച് എന്റെ കൺമുന്നിൽ വെച്ച് അല്ലാഹുലേക്ക് യാത്രയായി. പൊട്ടിക്കരയുന്ന ഭാര്യയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ ഞാനും വിഷമിച്ചു. ഖബറിലേക്ക് ഇറങ്ങി മോന്റെ കവിളിൽ മണ്ണ് വെക്കുമ്പോൾ ആ മുഖമൊന്ന് നോക്കി. ശാന്തമായി എന്റെ മോൻ ഉറങ്ങുന്നത് പോലെ തോന്നി. സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ സർവശക്തൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ. ഇങ്ങനെയായിരുന്നു ആ കുറിപ്പ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.